റെസ്റ്റോറന്റ് ബിസിനസ്സുകളുടെ തകർച്ച സാധാരണയായി ചില പ്രധാനപ്പെട്ട പിഴവുകളിലേക്ക് നമുക്ക് ചുരുക്കാൻ സാധിക്കും. വേറെ ഒന്നുമില്ലെന്നല്ല, പക്ഷെ അതൊക്കെ ഒരു പരിധിവരെ പരിചയം കൊണ്ടും കോമൺ സെൻസ് കൊണ്ടും മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നതിൽ ഒന്നാമത്തെ പിഴവ് മൂലധനത്തിന്റെ കുറവ് അഥവാ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആണ്. പരാജയത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാരണമാണിത്. മിക്ക സ്ഥാപകരും ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള ചെലവ് കൃത്യമായി കണക്കാക്കും. എന്നാൽ അതിനുശേഷം ആ മേഖലയിൽ നിലനിന്ന് പോകാൻ ആവശ്യമായ ചെലവ് വളരെ കുറച്ചു പേർ മാത്രമേ കണക്കാക്കാറുള്ളൂ. എന്താണ് അതിന്റെ പ്രസക്തി? ഏതൊരു റെസ്റ്റോറന്റിനും ഒരു വളർച്ചാ കാലയളവുണ്ട്. ആശയം എത്ര ശക്തമാണെങ്കിൽ പോലും ഭക്ഷണം നല്ലതാണെങ്കിലും ഉപഭോക്താക്കളെ നേടാൻ അത്യാവശ്യം സമയമെടുക്കും. ആളുകൾക്കിടയിലേക്ക് എത്തിപ്പെടാനും സ്ഥിരമായ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കാനും കാര്യമായ സമയം തന്നെ വേണ്ടിവരും. എന്നാൽ കാര്യമായ വരുമാനമില്ലാത്ത ഈ കാലയളവിൽ നിശ്ചിതമായി നിലനിൽക്കുന്ന ചെലവുകൾക്ക് ഒരു മാറ്റവും വരുന്നില്ല. വാടക, ശമ്പളം, യൂട്ടിലിറ്റികൾ, സപ്ലൈ ചെലവുകൾ ഇവയെല്ലാം എല്ലാ ദിവസവും തുടരുക തന്നെ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു റെസ്റ്റോറൻറ്റിന് സ്ഥിരത കൈവരിക്കുന്നതിന് മുൻപ് കയ്യിലുള്ള പണം തീർന്നു പോയാൽ അത് അവരുടെ ആശയം തെറ്റിപ്പോയതുകൊണ്ടല്ല പരാജയപ്പെടുന്നത്, അവർക്ക് സ്വയം തെളിയിക്കാൻ മതിയായ സമയം ലഭിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ പ്രായോഗികമായ ഒരു കാര്യം ഇതാണ്: